ബീജിങ്ങിൽ പല സ്ഥലത്തും റോബോട്ടുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഈ റോബോട്ടുകൾ മോഷ്ടിക്കത്തില്ല, പിന്നെ അത് സമയബന്ധിതമായിട്ട് ജോലി ചെയ്തോളും. ഒരു പ്രശ്നവുമില്ല, ജോലി എപ്പോൾ വേണമെങ്കിലും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അവർ കുഴഞ്ഞു പോയെന്ന് പറയണ്ട, ഇവർക്ക് ആഹാരം വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, പിന്നെ അവർക്ക് ശമ്പളം വേണ്ട, കൊടുക്കണ്ട. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മെച്ചമാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ആദ്യം കണ്ടത്, അപ്പം ഞങ്ങളടുത്ത് പറഞ്ഞു, അതായത് ഞങ്ങളെ കൊണ്ടുപോയ ആളുകൾ പറഞ്ഞ നമ്മുടെ ഹോട്ടലിൽ താമസിക്കുന്ന ഹോട്ടലിൽ ഈ റോബോട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് റോബോട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. അപ്പോൾ പറഞ്ഞ് അത് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഞാൻ പറഞ്ഞാൽ അത് കാണണം. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ രാത്രി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇതിനെ കാണാനായിട്ട്, റോബോട്ട് ഇങ്ങനെ കാണാനായിട്ട് അതിപ്പം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണെന്നറിയോ, അത് മനുഷ്യൻ്റെ രൂപമൊന്നുമല്ല, ഒരു വാഷിംഗ് മെഷീൻ പോലെ ഇരിക്കുന്ന ഒരു പെട്ടിയാണ്. പക്ഷേ അതിനകത്ത് അതിൻ്റെ ഈ പാഡുകളും അത് മാത്രമല്ല സ്ക്രീനും ഒക്കെ ഉണ്ട്. നമുക്ക് അതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫീഡ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് ചെയ്യും. അപ്പോൾ പറഞ്ഞു ഇത് എന്തിനാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തെന്നറിയോ, പലപ്പോഴും ഈ സ്ത്രീകളൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഇപ്പോൾ ആർക്കെങ്കിലും വെള്ളം എങ്ങാനും വേണം കുടിക്കാൻ, ഒരു മുറിയിലേക്ക് വെള്ളം ചോദിക്കുന്നു ഉണ്ടെങ്കിൽ ഇതിലെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഇന്ന മുറിയിൽ നിന്ന് അത് കൊണ്ടു കൊടുക്കും, ആ മുറിയിലും കൊണ്ടു കൊടുക്കും. അപ്പോൾ ഒന്നാമത് ഈ പെൺകുട്ടിക്ക് റൂമിൽ പോയി മുട്ടി പ്രശ്നം ഉണ്ടാകുന്നില്ല, വിളിച്ച് പല പല പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊന്നും ഉണ്ടാകത്തില്ല. രാത്രി ആയാലും ഏത് സമയത്തായാലും ശരി ഈ റോബോട്ടിനെ അയച്ചാൽ ഒരു ഫ്രീ ആണ്, ഒരു ബന്ധപ്പാടുമില്ല. ഈ റോബോട്ടിനെ ആർക്കും പിടിച്ച് വിഴുങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ, അത് കാരണം ഇതാ ജോലി ചെയ്തോളും, ഒരു കുഴപ്പമില്ല. അത് ആ ഹോട്ടലിൽ അങ്ങനെ നടക്കുന്നത് ഞങ്ങൾ കണ്ടു. അത് മുഴുവനായിട്ട് എനിക്കത് വീഡിയോ ഷൂട്ട് ചെയ്തേ എടുത്തിട്ടുണ്ട്. എടുക്കാൻ ആളുകളെല്ലാം എൻ്റെ പുറകെ അങ്ങ് നടക്കുക, സമ്മതിക്കുകയില്ല അത് കാണാൻ. അതുകൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ളത് മാത്രമല്ലല്ലോ കാണേണ്ടത് എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളെ ഇവർ ഒരു പാർക്കിലേക്ക് കൊണ്ടുപോയി. അതായത് ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചു വരുന്നതിൻ്റെ തലേ ദിവസമാണ് അത്. ഒരു പാർക്കിൽ കൊണ്ടുപോയി. ആ പാർക്കിൽ ഇരിക്കാൻ ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു തടാകമുണ്ട് അവിടെ. അതായത് അത് മുഴുവൻ അത് മണ്ണ് കുഴിച്ച് എടുത്തിട്ട് 8 മീറ്റർ ആഴമുണ്ട് ആ വെള്ളത്തിൽ. ആ 8 മീറ്റർ ആഴമുണ്ട് ആ രീതിയിൽ. അതിനകത്ത് ബോട്ടിങ്ങും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആളുകൾ ഒരു ബോട്ട് ചെട്ടിയുണ്ട് അവിടെ ആ പാർക്കിൽ നിന്ന്. അതിൽ നിന്ന് ഒരു ഒത്തിരി അങ്ങ് അകത്തോട്ട് പോയിട്ട് വെള്ളത്തിൽ കൂടെ ബോട്ട് സവാരിയൊക്കെ നടത്തുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം ഒരു കടയിൽ അവിടെ ഒരു ചെറിയ ഷോപ്പ് അതിനകത്തുണ്ട്. ആ ഷോപ്പിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കുന്ന പാനീയങ്ങൾ, ഈ കോള മുതലായ സാധനങ്ങൾ, വെള്ളം, അതേപോലുള്ള സാധനങ്ങൾ, പിന്നെ ബിസ്ക്കറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഭക്ഷണ സാധനങ്ങളൊക്കെ എല്ലാം പാക്ഡ് കമ്മോഡിറ്റീസാണ് അതിനകത്തുണ്ട്. അവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു റോബോട്ടാണ്. അത് കയ്യും കാലുമൊക്കെ ഉണ്ട്, ഇതേപോലെ ഒരു മനുഷ്യരുടെ പോലെ തന്നെ നമ്മളെ നോക്കി ബൈ പറയും, ടാറ്റ പറയും. നമുക്ക് എന്താ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഓർഡർ എന്താണെന്ന് ചോദിക്കും. പിന്നെ നമ്മളെ ഓർഡർ നമ്മൾ ഇന്നതാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് പേ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മളത് നമ്മുടെ കാർഡോ അല്ലെന്നുണ്ടെങ്കിൽ GPayക്ക് പകരമുള്ള സംവിധാനം നെറ്റിലൂടെ പണം അങ്ങ് കൊടുത്താൽ മതി. അത് നമ്മൾ പറയുന്ന അപ്പോൾ ഒരു കുപ്പി വെള്ളം വേണം, ഇത് നേരെ തിരിഞ്ഞങ്ങോട്ട് പോകും. പോയിട്ട് ആ ഷെൽഫിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് നേരെ കൊണ്ടുവന്ന് തന്നിട്ട് പോകും. അഴിമതിയില്ല, കുഴപ്പങ്ങളില്ല, മോഷണമില്ല, ഒന്നും നടക്കത്തില്ല. കാരണം അപ്പോൾ അവിടെ ഇത് നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ റോബോട്ടല്ലാതെ ആ കട നിയന്ത്രിക്കാൻ വേറെ ഒരു മനുഷ്യനും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേര് സാധനം വാങ്ങുന്നുണ്ട്. സാധനം വാങ്ങി അതെല്ലാം കറക്റ്റ് എടുത്ത് കൊടുക്കും. അവസാനം നമുക്ക് നന്ദിയൊക്കെ പറയും, ബായ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്, സീ യു അഗെയിൻ ഇതൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് ഇംഗ്ലീഷിൽ അതിൻ്റെ മറുപടിയും പറഞ്ഞ് നമ്മളെ വിടും. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ എനിക്കതൊരു അതിശയമായിട്ടാണ് തോന്നിയത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലായത്, എന്തെങ്കിലും കണ്ടില്ല, ബീജിങ്ങിലെ ഒരു ഹോസ്പിറ്റലിൽ ഏതാണ്ട് 80 ഡോക്ടർമാർ ഈ റോബോട്ട്സാണ്.
അതായത് അവർ ഈ കൂടുതലും ഈ ശസ്ത്രക്രിയ നടത്തുന്ന മുഴുവൻ സർജറി നടത്തുന്നത് എല്ലാം കൂടുതലും റോബോട്ട്സാണ്. അതിൻ്റെ റോബോട്ടിക് ഇതെന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, അത് കറക്റ്റ് ആയിരിക്കും ചെയ്യുന്ന, വളരെ പെർഫെക്ഷൻ കാണും. അത് നമ്മുടെ വയറ്റിനകത്ത് കത്രികയൊന്നും വെച്ച് കുത്തിക്കെട്ടത്തില്ല. അത് വളരെ കറക്റ്റായിട്ടും അന്തസ്സായിട്ടായിരിക്കും ആ ജോലി ചെയ്യുന്നത്. പ്രിസിഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പിന്നെ ചിലപ്പോൾ മനുഷ്യൻ ചിന്തിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊന്നും ഇതിന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന് ഇങ്ങനൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പൻഡിക്സ് അത് റിമൂവ് ചെയ്യണം, അപ്പൻഡിസൈറ്റിസ് വന്നു, അപ്പൻഡിക്സ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇതിന് ഓർഡർ കൊടുത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ആ ഭാഗം കണ്ടുപിടിച്ചു ലൊക്കേറ്റ് ചെയ്തിട്ട് ഇത് യഥാർത്ഥത്തിൽ ആ സർജറി ഇതും നടത്തും, കറക്റ്റായിട്ട് നടത്തും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും കൂടെ അവിടെ ഒരു കുഴപ്പം കണ്ടു എന്ന് പറഞ്ഞാൽ അത് ചെയ്യണമെങ്കിൽ അതൊരു ഡോക്ടർ വിചാരിച്ചാലല്ല പറ്റുള്ളൂ. അപ്പോൾ അത് പലപ്പോഴും ഇതിന് അങ്ങനൊരു ചിന്ത ഇതിന് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇതൊരു വലിയ വിപ്ലവകരമായ മാറ്റമല്ലേ. മനുഷ്യന് പകരം ഒരു റോബോട്ട് വന്ന് ശസ്ത്രക്രിയ നടത്തുക. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യും. അത് പല ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഹോസ്പിറ്റലൊക്കെ ആയി തുടങ്ങി റോബോട്ടിക്സ് ഈ സർജറി പലയിടത്തും ഉണ്ട്. അങ്ങനെ പല ആശുപത്രികളിലുമുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു നല്ല കാര്യമാണ്, വിശ്വാസ്യതയുള്ളത്, അത് വിശ്വസിക്കാം അതിനെ. അപ്പോൾ കറക്റ്റാണ്, ഹ്യൂമൻ എറർ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകത്തില്ല. അവിടെ അവർക്ക് അതിനെ പ്രോഗ്രാം ചെയ്ത് വിടുന്നതനുസരിച്ച് അത് കറക്റ്റ് ചെയ്തോളും, വേറെ ഒന്നും ആവശ്യം വരത്തില്ല, കുഴപ്പം വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ക്ഷീണമുണ്ടെന്നോ എനിക്കിപ്പോൾ സമയമില്ലെന്നോ ഒന്നും ഇത് പറയത്തില്ല. ഏത് സമയം റെഡിയായിരിക്കും. പിന്നെ അതിന് വേറെ വലിയ സേവനങ്ങളൊന്നും ആവശ്യമില്ല, നേഴ്സുമാരുടെ സേവനങ്ങളോ എന്തെങ്കിലും അല്ല. അതിന് ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ അവിടെ കൊടുത്താൽ മാത്രം മതി, അതങ്ങ് ചെയ്തോളും, നന്നായിട്ട് ചെയ്തോളും. ഇതാണ് ഞാൻ ആ കടയിൽ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. നമ്മുടെ ഇവിടെ ഒരുപാട് കടകളുണ്ട്. ആ കടകളിൽ ഒന്നും മാത്രമല്ല, ഇത് ഹൈജീനിക്കല്ലേ. നമ്മൾ മനുഷ്യരാണെങ്കിൽ എന്താ കൈ കഴുകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇതൊന്നുമില്ലല്ലോ. ചിലവന്മാർ മൂക്കി ചീറ്റിട്ടായിരിക്കും നമുക്കൊരു സാധനം എടുത്തു തരുന്നത്, നമുക്ക് അത് വാങ്ങിക്കാൻ പറ്റുമോ? അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ക്യാഷ് ട്രാൻസാക്ഷൻ ഒന്നുമില്ല. അതായത് എല്ലാം അത് മുഴുവൻ ഓൺലൈൻ മാത്രമേ ഉള്ളൂ അവിടുത്തെ ഇടപാട്. അത് നമുക്ക് അതായത് സ്കാനിങ് ഉണ്ട്, അതിനകത്ത് സ്കാൻ ചെയ്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പണം അതിനകത്ത് നമുക്ക് അടയ്ക്കാം ഓൺലൈൻ. അങ്ങനെ ഒരുപാട് പേര് പണം അടച്ച് ആ സാധനം വാങ്ങിച്ചുകൊണ്ട് ക്യാഷ്വലായിട്ട് വന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അത് ഞാൻ പകർത്താൻ പറ്റി എനിക്ക്. ഏതായാലും അത് കൊള്ളാം, നല്ലൊരു ഇടപാടാണ്. എന്നെ അത് ഒരുപാട് സ്വാധീനിച്ചു.